ഫോക്കസ് ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. സ്വാഗതം. മുൻപൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്ന കേട്ടു, അതായത് ഈ സിനിമകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, ഞങ്ങളുടെ സിനിമ 100 കോടി ക്ലബിൽ കയറി, 200 കോടി ക്ലബിൽ കയറി. പക്ഷെ താങ്കൾ പറഞ്ഞു അത്തരം വാർത്തകളൊക്കെ വെറും വ്യാജമാണ്, അത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ എന്ന്. അപ്പൊ ഇത്തരം വ്യാജ വാർത്തകൾ സിനിമാക്കാര് തന്നെ പുറത്തു വിടുമ്പോൾ എന്താണ് അവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ആളുകളെ, കാണികളെ പൊട്ടന്മാരാക്കുകയാണോ, എന്താണ്? അതാ ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഞാൻ അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അല്ല, അതെങ്ങനെയെന്നുള്ളത് ഒരു ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ, അല്ല ഒരല്പം ഈ പരിപാടി കാണുന്നവർക്ക്, ഒരു മിനിമം ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം, ഈ 3.5 കോടി ജനങ്ങൾ സിനിമ കാണുന്നവരല്ല. ഒരു പകുതി ആളുകളെങ്കിലും കുറച്ച് പ്രായമുള്ളവരും കുഞ്ഞു കുട്ടികളുമാണ് സിനിമ കാണാൻ അവിടെ പോകാനുള്ള ലെവലില്ലാത്തവരാണ്. അപ്പോൾ 1.25 കോടിയേ വരുന്നുള്ളൂ, അല്ല ഏതെങ്കിലും രീതി. ഈ 1.25 കോടി ജനങ്ങളും സിനിമ ദിവസവും കാണുന്നവരല്ല, അത് സിനിമയെ ഇഷ്ടപ്പെടുന്നവരല്ല, അല്ലേ? അങ്ങനെ പറയാം. അതായത് ഈ കേരള സംസ്ഥാനത്ത് മാക്സിമം 1 കോടി ജനങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ സിനിമ കാണണം, ഒരു നല്ല സിനിമയാണെങ്കിൽ കാണാം എന്ന് കരുതുന്ന ഞാൻ പറഞ്ഞത് ശരിയല്ലേ, 1 കോടിയേ വരുന്നുള്ളൂ. ശരി, ഇപ്പോഴത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ മാക്സിമം 28 ദിവസമൊക്കെ അല്ലേ ഒരു ഓക്കെ. ഇപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇവിടെ ഓടുകയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ ആ നടൻ്റെ കടുത്ത ആരാധികയാണ്, ഒക്കെ സംഭവിച്ചു. പക്ഷേ നിങ്ങൾക്ക് സെമസ്റ്ററിൻ്റെ എക്സാം ആണ്, കാണാൻ പറ്റുമോ? അല്ല, അല്ലെങ്കിൽ നമ്മളെ ബന്ധു ആരെങ്കിലുമൊക്കെ മരിച്ച സമയം വരാം, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ മുന്നിൽ കൂടെ ഇപ്പം ഞാൻ പറഞ്ഞ കാന്താര എന്ന് പറഞ്ഞൊരു സിനിമ സൂപ്പർ ഹിറ്റായി ഇവിടെയാണ് കേരളത്തിൽ, കന്നഡ സിനിമ. പക്ഷേ ആ സിനിമയെക്കുറിച്ച് ഫസ്റ്റ് തന്നെ എന്നോട് ആൾക്കാർ സംസാരിച്ചു, അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ദിവസം ഈ തിയേറ്ററിന് മുന്നിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് അത്രയും അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. ഞാൻ അവസാനത്തെ 28ാമത്തെ ദിവസം, കാരണം 28 ദിവസം കഴിഞ്ഞാൽ പടം മാറുന്നുണ്ട്. ആ 28ാമത്തെ ദിവസം എങ്ങനെയാണ് ആ സിനിമ കാണുന്നത്? കാരണം എനിക്ക് എൻ്റെ സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ് 7 to 9. പിന്നെ ഞാൻ എങ്ങനെയാണ്? അപ്പൊ എൻ്റെ വീട്ടിനടുത്ത് തിയേറ്റർ ആയതുകൊണ്ട് എന്ത് കാര്യം? അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഈ 1 കോടി ജനങ്ങൾ ഒരു സിനിമ കാണൂല എന്ന് ചോദിച്ചാൽ ഒരിക്കലും സംഭവിക്കില്ല. 50 ലക്ഷം ആളുകളെ മാക്സിമം കാണുള്ളൂ. കാരണം ആളുകൾക്ക് പല പല കാര്യങ്ങളും ഉണ്ട്. ഇവർ സിനിമ കാണൽ മാത്രമല്ലല്ലോ ആളുകൾക്കുള്ള കാര്യം വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി ഓടുകയും 50 ലക്ഷം ആളുകൾ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് ചാർജ്, കാരണം പല സ്ഥലത്തും പലതായിരിക്കും വരിക, ഒരു എവറേജ് 150 വെച്ച് കൂട്ടും. ഞാൻ പറഞ്ഞ ചില സ്ഥലത്ത് 100 ഉണ്ട്, ചിലത് 200 ഉണ്ട്, ഞാൻ മാർക്കുന്നില്ല. 75 കോടി വരുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, അത് ഗൾഫിൽ ഉള്ള ആളുകൾ കണ്ടു, ഇയാൾ വെറും കേരളല്ലേ പറയുന്നത്, മറ്റു സംസ്ഥാനങ്ങളിൽ അത് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറയണം, ഞാൻ ആദ്യം ഈ കഥ തുടങ്ങിയത് മൊത്തം മലയാളികൾ 3.5 കോടി ഉണ്ട് സപ്പോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈ പറഞ്ഞവരും അവിടെയും ഇവിടെയും ഉണ്ട്. ഇനി അത് പോട്ടെ, ഈ മൊത്തം പുറത്തുള്ള ആളുകളെ മൈനസ് ചെയ്താൽ പോലും നമ്മൾ പറയുന്നു അവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഉണ്ടല്ലോ 800 രൂപയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഒരു സിനിമ റിലീസ് ചെയ്യണമെങ്കിലുള്ള പൈസ ഇതേപോലെ തന്നെ കൂടുതലാണ്. അവിടെ ഒരു പാർക്കിങ്ങിന്റെ പൈസ പോലും അല്ല, നമ്മൾ പറയുന്നത് അവിടെ എനിക്ക് ഒരു ടിക്കറ്റിന് 1000 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ പൈസ നിങ്ങൾ കൂട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഇവിടുത്തെ നിർമ്മാതാവൊന്നുമല്ല അവിടെ പോയിട്ട് പടം ഇറക്കുന്നത്, ഇവിടെയൊക്കെ റൈറ്റ് കൊടുക്കുകയാണ് മോളെ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കുള്ള റൈറ്റ് കൊടുക്കുകയാണ്. ഇയാൾക്ക് ഒരു 5 ലക്ഷം, ഒരു 10 ലക്ഷം കിട്ടി, ഇയാൾക്ക് ഇനി അവിടെ എത്ര കിട്ടിയാലും ഇയാൾക്ക് ഈ കിട്ടുന്ന പൈസയേ ഉള്ളൂ, അല്ല അതുകൂടെ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ആസ്ട്രേലിയയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ റൈറ്റ് ഒരാൾക്ക് കൊടുക്കുകയാണ്, അവിടെ ഹിറ്റായിട്ട് ഓടി അയാൾക്കാണ് ഗുണം, നിങ്ങൾക്ക് എന്ത് ഗുണം? ഇനി അവിടെ ആ കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത്രയും പൈസ അവിടുത്തെ ടാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വരുമ്പോൾ. അപ്പം അതിനൊരു മിഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാനുള്ളൂ. ഇനി അത് പോട്ടെ, ഇനി അതിൽ ബേസ്ലെസ് ആണെന്ന് ചിന്തിക്കുന്നവർക്ക് ഒറ്റ വാക്കിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ബാഹുബലി 2 എന്ന് പറഞ്ഞ സിനിമയാണ് ഈ അടുത്ത കാലത്ത് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയത്. അല്ല അത് എത്ര മന്ത് ഞാൻ പറയുന്നത് 45-50 ദിവസം വരെ ഹൗസ് ഹോൾഡിൽ ഓടിയത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് മലയാള പടം പറഞ്ഞാൽ ആർക്കും വിഷമമുണ്ട് കേട്ടോ, മലയാള പടം ഇന്ത്യയിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ബാഹുബലി 2 ഇത്രയും നിർത്താതെ ഓടിയ സിനിമയ്ക്ക് കേരളത്തിൽ കിട്ടിയത് 76 കോടിയാണ്. അല്ല എത്ര പേര് കണ്ടു എന്നുള്ളത് ഈ പ്രേക്ഷകർക്ക് ഞാൻ വിടുന്നു. കാരണം നമ്മൾ തന്നെ 50-ാം ദിവസം ഹൗസ് ഹോൾഡിൽ ഓടിയൊരു പടമാണ്. എന്തായാലും ഇപ്പം അത്രയൊന്നും ഒരുപാട് ഇവിടെ മലയാളത്തിൽ അടുത്തടുത്തൊന്നും ഓടിയില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ബാഹുബലി 2 പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാസ് കൃത്യമായിട്ട് പറഞ്ഞു. കാരണം പ്രഭാസിനെ ഇവിടുന്ന് നിർമ്മാതാക്കളെ കയ്യിലടിച്ചിട്ട് ഏട്ടാ എന്നെ വെച്ച് പടം എടുക്കുക, എനിക്ക് ഇത്ര കോടി താന്ന് പറയേണ്ട ഗതികേട് പ്രഭാസിന് ഇല്ലാത്തതുകൊണ്ട് പ്രഭാസിന്റെ സിനിമ ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടി. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ബാഹുബലി 2 അഭിനയിച്ചിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് 400 കോടി കിട്ടിയാൽ ചാടി കളിക്കേണ്ടതായിരുന്നു സംഭവം. നമ്മളെ ഭാഗ്യത്തിന് അത് ഇയാളായതുകൊണ്ട് അതിന് സത്യസന്ധമായി പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ബാഹുബലി 2 പോലത്തെ ഒരു സിനിമ ശരിക്കും അതേ ലെവലിൽ പോവുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി വരെ കളക്ട് ചെയ്യാം മാക്സിമം.
പിന്നെ ഈ 100 കോടി കിട്ടുമ്പോഴും അപ്പോൾ 100 കോടി കിട്ടിയാലും പ്രേക്ഷകർ മനസ്സിലാക്കുക 18% GST വന്നു. സപ്പോസ് 100 കോടി കിട്ടി, അപ്പം 20% ടാക്സ് കൂട്ടിക്കോ, 80 കോടി വന്നു. ഈ തിയേറ്ററുകാർക്ക് നമ്മളൊരു പൈസ കൊടുക്കണം. 50-50 അല്ലെങ്കിൽ 40-60 ഒക്കെ വരാം. ഓക്കെ, ഇനിയിപ്പോൾ അതിൽ നമ്മളൊരു 60% കൊടുക്കുകയാണെങ്കിൽ തന്നെ 48 കോടി നമുക്ക് വന്നു, അയാൾക്കൊരു 32 കോടിയും വന്നു അല്ല. ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആൾക്ക് 10% കൊടുക്കണം, വീണ്ടും 4-5 കുറഞ്ഞു, 43 ആയില്ലേ. അപ്പോൾ ഈ 43 കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഇൻകം ടാക്സ്, അപ്പോൾ 25 കോടിക്കാണ് നമ്മൾ പണം എടുത്തിരിക്കുന്നത്, ഇപ്പം 43 കോടി. അപ്പോൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഈ 18 കോടിക്ക് നമ്മൾ സൂപ്പർ ടാക്സ് എല്ലാം കൊടുത്തു വരുമ്പോൾ പിന്നെ ഈ 25 കോടീൻ്റെ പടം അയാൾ 2 കൊല്ലം മുമ്പേ പലരിൽ നിന്ന് വട്ടിപ്പലിശക്കൊക്കെ എടുത്തതായിരിക്കും. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് അയാൾക്ക് കിട്ടിയ 5 കോടിയൊക്കെ ആയിരിക്കും. അല്ലാതെ കേരളത്തിൽ നിന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ്സ് എല്ലാം വിട്ടിട്ട് പൈസ വരും. അപ്പം 100 കോടി എല്ലാം കളക്ട് ചെയ്യുമ്പോൾ ഇതാണ് വരുന്നത്. ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 25 കോടിയിലൊന്നും കഥ തീരൂല. ഈ ഫ്ലക്സ് വെക്കാൻ ഒരു സെൻറ്ററിൽ ഒരു പടം ഇറക്കുമ്പോൾ തന്നെ 10,000-12,000 രൂപ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 300 സെൻറ്ററിൽ ഒരു പടം ഇറങ്ങുമ്പോൾ 33 ലക്ഷം രൂപ അയാൾ എണ്ണി കൊടുക്കണം സർവീസ് പ്രൊവൈഡേഴ്സിന്, ക്യൂബ് യോഫോ. അപ്പോൾ ഈ 25 കോടിക്ക് പടം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പടം കഴിഞ്ഞത് മാത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഫ്ലക്സിന് വെച്ചോ ഇതെല്ലാം അടക്കം വരുമ്പോൾ മിനിമം 5 കോടി രൂപയെങ്കിലും ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഓൺലൈൻ പ്രൊമോഷനാണ്. ഓൺലൈൻ പ്രൊമോഷന് വേണ്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സാധാരണ സിനിമ ഒരു നിർമ്മാതാവ് മാറ്റിവെക്കുന്നത് 45 ലക്ഷം രൂപയാണ്. അങ്ങനെയാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല അടിപൊളി പടം കേട്ടോ, സൂപ്പർ, ഒന്നിനും കൊള്ളാത്ത പടമൊക്കെ നിങ്ങൾ സൂപ്പർ എന്ന് പറയുന്നത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ 500 രൂപയും ബിരിയാണിയാണ് എൻ്റെ കണക്ക്, ടിക്കറ്റും തരും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ പടം ഇറങ്ങിയ ഉടനെ ഫസ്റ്റ് നിങ്ങൾ തന്നെ വരണം കേട്ടോ, എന്നാലും നടക്കും. മറ്റേ പറയാം ഒന്നിനും കൊള്ളാതെ പടം നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ 500 രൂപയും ബിരിയാണിയും ടിക്കറ്റും കൊടുത്തിട്ടാണ്, അത് നിർമ്മാതാവ് ചെയ്യുന്നതല്ല, ചില ഓൺലൈൻകാർ, കാരണം അവർക്ക് ഇത്രയും പൈസ ഇയാളെന്ന് മേടിച്ചിട്ട് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യലൊന്നും ഇല്ല കേട്ടോ, ചിലപ്പോൾ സ്വാഭാവികമായിട്ടാണ് നല്ല പടം എന്ന് പറയും. പക്ഷെ ഒന്നിനും കൊള്ളാത്ത പടം ഇങ്ങനെ പോകുന്നത് ഈ പൈസ കൊടുത്തിട്ടാണ് പറയിപ്പിക്കുന്നത്. അപ്പം ഇതിനൊക്കെ പൈസ ചിലവുണ്ട്. ഇങ്ങനെ ചില നിർമ്മാതാക്കൾ ഞങ്ങൾ ഒന്നും തരില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കി അറിയാം നല്ല സിനിമയെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ഇവിടെ പലരും, കാരണം അയാൾ പൈസ കൊടുത്തില്ല. അപ്പം 45 ലക്ഷം രൂപ വരെ ഓൺലൈനിൽ പോകുന്നു.